ിക്കുന്നവരാന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെള്ളം മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറയുന്നത്. എൻ്റെ സുഹൃത്ത് തിരുവനന്തപുരത്ത് നമ്മുടെ നാട്ടുകാരൻ ഇടയിൽ ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠന് ഈ ഓക്സിജൻ മിഷൻ വേണം. അതൊരു ഉദാഹരണം മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്, നേരത്തെ കൃഷ്ണേട്ട സൂചിപ്പിച്ച പോലെ. അപ്പോൾ എന്നെ വിളിച്ചു, നമ്മളെ ഈ ക്ലബ്ബിൽ ഓക്സിജൻ മിഷൻ ഉണ്ടോ? ഓക്സിജൻ മിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 50,000 വേണം ഇപ്പോൾ ഒരു ഓക്സിജൻ മിഷൻ മേടിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളെ ക്ലബ്ബിലില്ല. അപ്പോൾ ഇന്ന് ഈ നന്മ മരം അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. നീ ഒന്ന് ബന്ധപ്പെട്ട് നോക്ക്. ഞാൻ അറിഞ്ഞെടുത്ത് ക്ലബ്ബിൽ ഇല്ല എന്നില്ല. ഇതൊക്കെ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ക്ലബ്ബുകാരും നമ്മളെ ഇവിടെ ഏകദേശം സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മളോട് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി നമ്മളെ ഈ വിനുവിനെ ബന്ധപ്പെടും. അന്നേരം തന്നെ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ നന്മ മരത്തിൻ്റെ പ്രവർത്തകർ അവരാ സന്നദ്ധ അന്നേരം ഈ ആളും എന്നോട് വിളിച്ചു പറഞ്ഞു, അന്ന് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനം ചെയ്യുന്ന ഒരു നന്മമരം ഇവർക്ക് എല്ലാവിധ ആശംസയും നേരുന്നതാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്ക് അവസാനിപ്പിക്കുകയാണ്.